അങ്ങനെ മഹാദേവന്റെയും പാർവതി ദേവിയുടെയും പുത്രനായ ഗണപതി ഭഗവാന്റെ ജന്മദിനമാണ് വിനായക ചതുർത്ഥിയായി ആഘോഷിക്കുന്നത്. വിനാശകനായ ഗണപതി ഭഗവാൻ ഭക്തരുടെ മേൽ അനുഗ്രഹം വർഷിക്കുന്ന ഈ ദിനം ഏറെ ആഹ്ലാദത്തോടെ നമ്മളെല്ലാവരും ഒരുപോലെ കൊണ്ടാടുന്നു. വിഘ്നങ്ങൾ തീർക്കാൻ വിനായകനോട് പ്രാർത്ഥിക്കുക പതിവാണ്. മൂഷികവാഹകനായ ഗണപതി ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ എല്ലാ വിഘ്നങ്ങളും അകലുമെന്നാണ് ഹൈന്ദവരുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഗണപതി ഭഗവാൻ വിഘ്നവിനാശകൻ എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിലെ ഗണപതി ക്ഷേത്രങ്ങളിൽ വലിയ പ്രാധാന്യത്തോടെയാണ് ഓരോ വിനായക ചതുർത്ഥി ദിനവും ആഘോഷിക്കുന്നത്. ഗണപതി ക്ഷേത്രങ്ങളിൽ വലിയ ആഘോഷങ്ങളാണ് വിനായക ചതുർത്ഥി നാളിൽ നടക്കുന്നത്. ഈ ദിവസം ക്ഷേത്രങ്ങളിൽ ഗണപതി ഹോമം പതിവാണ്. ഗണപതി വിഗ്രഹങ്ങൾ പ്രത്യേക അനുഷ്ഠാനങ്ങളോടെ പ്രതിഷ്ഠിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നു. ഗണപതി പൂജയ്ക്കായി താമരയും കറുകപ്പുല്ലും വിശേഷവിധികളോടെ ഉപയോഗിക്കുകയും മോദകം എന്ന മധുരപലഹാരം പ്രത്യേക പൂജകളോടെ തയ്യാറാക്കി ഗണപതിക്ക് മുൻപിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഗണപതിയുടെ ജന്മനക്ഷത്രം അത്തമായതിനാൽ അത്തം ചതുർത്ഥിയെന്നും ഈ ദിവസം അറിയപ്പെടുന്നു. ഉത്തരേന്ത്യയിൽ ഈ ആഘോഷം ജാതി മത ഭേദമില്ലാതെ ആഘോഷമായി കൊണ്ടാടാറുണ്ട്. പാട്ടും ഘോഷയാത്രകളുമൊക്കെയായി വലിയ ചടങ്ങുകളോടെയാണ് വിഗ്രഹ നിമഞ്ജന പരിപാടികൾ നടക്കുന്നത്. ഗണപതി വിഗ്രഹങ്ങൾ പുഴയിലോ കടലിലോ ഒഴുക്കുന്നതോടെ ആഘോഷങ്ങൾ സമാപിക്കുന്നു. ഭാരതത്തിന് പുറത്തും നിരവധി രാജ്യങ്ങളിൽ ഗണേശ ക്ഷേത്രങ്ങളുണ്ട്. ഹൈന്ദവരെ കൂടാതെ ഇതര മതസ്ഥരും ഗണപതി സങ്കല്പത്തെ ഭക്തിയോടെ നോക്കിക്കാണുന്നു. തിന്മയെ നീക്കി നന്മയെ പ്രദാനം ചെയ്യാൻ വിഘ്നങ്ങൾ തീർക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ന്യൂസ് ഡെസ്ക് ജനം.